നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പൊ നമ്മുടെ സയന്റിഫിക് ഓഫീസർ ഇൻ ഫോറൻസിക് സയൻസില് നമ്മുടെ മെട്രിക് റെപ്രസെന്റേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം ഓപ്പറേറ്റേഴ്സ് ആണ് നമുക്ക് ഇനി പറയാനുള്ളത്. ഇത് നമ്മുടെ തേർഡ് ടോപ്പിക് ആണ്. നമ്മൾ ഫസ്റ്റ് ആംഗുലാർ മൊമെന്റം ഓപ്പറേറ്റേഴ്സ് പറഞ്ഞു, ദെൻ ലാഡർ ഓപ്പറേറ്റർ പറഞ്ഞു, ദെൻ പോളി സ്പിൻ മെട്രിസസ് പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് മെട്രിക്സ് റെപ്രസെന്റേഷൻ ആണ്. അപ്പൊ മറ്റേ 3 വീഡിയോ കാണാത്തവര് വേഗം പോയി കാണണം. ആ ക്ലാസ്സസിന്റെ കണ്ടിന്യൂഷൻ ആണ് നമ്മുടെ ഈ ക്ലാസ് എന്ന് പറയുന്നത്. സോ കണ്ടിന്യൂഷൻ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവാത്ത അവസ്ഥ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ആ ഭാഗം നിങ്ങൾ എന്ത് ചെയ്യണം, ക്ലിയർ ചെയ്യണം. നിങ്ങളുടെ ഭാഗം നിങ്ങൾ എന്ത് ചെയ്യാം, ഓരോ ക്ലാസ്സും കൃത്യമായി കാണുന്നു എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, ഉറപ്പുവരുത്തണം, വിട്ടുപോകരുത്. അപ്പോ പോളി സ്പിൻ മെട്രിസസ് എല്ലാവരും കണ്ടില്ലേ? കാണാത്തവരുണ്ടോ? അതിലെന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടോ? എങ്ങനെയാണ് ആ സ്പിൻ മെട്രിസസ് വന്നതെന്നുള്ള നമ്മൾ പറഞ്ഞ വർക്കുകളൊക്കെ നിങ്ങൾ ചെയ്യുന്നില്ലേ? ആരും ഒന്നും റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ ഓക്കെ അല്ലേ? ഡൗട്ട്സും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് പോയാലോ? മെട്രിക്സ് റെപ്രസെന്റേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം ഓപ്പറേറ്റേഴ്സ് തുടങ്ങാം. ഒരു ചെറിയ ടോപ്പിക് ആണ്, വളരെ സിമ്പിൾ ആണ്. കാരണം നമ്മൾ ഇതുവരെ എടുത്ത ടോപ്പിക്സ് പഠിച്ച ആൾക്കാർക്ക് ഇത് ഭയങ്കര ഈസി ആയിരിക്കും, വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരിക്കില്ല. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അതിനു മുൻപ് ഇനി നമ്മുടെ നെക്സ്റ്റ് ക്ലാസ് വരുന്നത് നെക്സ്റ്റ് വീക്ക് ആയിരിക്കും. നെക്സ്റ്റ് മൺഡേ ഉണ്ടായിരിക്കുന്നതാണ്. ക്ലെയിൻ ഗോഡാർ ഇക്വേഷനും വെയിൽ ഇക്വേഷൻസും ഉണ്ടായിരിക്കും. സോ അതോടുകൂടി നമ്മുടെ QMന്റെ പോർഷൻസ് ഇവിടെ, എന്റെ പോർഷൻസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യൂ കേട്ടോ. അപ്പൊ നമ്മള് ആംഗുലാർ മൊമെന്റം കോർഡിനേറ്റ്സ് എന്താണ്, അതിന്റെ ഏതൊക്കെയാണ് കോർഡിനേറ്റ്സ്, അതിന്റെ ഓപ്പറേഷൻസ് എന്താണ്, പിന്നെ അതിന്റെ മെട്രിസസ്, അതായത് അതിന്റെ പോളിസ്പിൻ മെട്രിസസ്, അതെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത്, നമ്മൾ പോളിസ്പിൻ മെട്രിസസ് ആക്കിയാലോ, അപ്പൊ എങ്ങനെയാണ് നമുക്ക് ആംഗുലാർ മൊമെന്റം ഓപ്പറേറ്റേഴ്സിനെ ഒരു മെട്രിസസ് ഫോമിലോട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെയാണ് അതിന്റെ ഒരു വാല്യൂ അതിന് കിട്ടുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, 2 എലമെന്റ്സ് എടുക്കുകയാണ്. നമ്മുടെ ഗെറ്റ് സ്പേസ് J, M നമ്മൾ എടുത്തു. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, നോർമലൈസ് ചെയ്യണം. നോർമലൈസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം J എന്ന് പറയുന്നത് 1/2 ആണെങ്കിൽ M എന്ന് പറയുന്നത് എന്താവാം, -1/2 ആവാം, +1/2 ആവാം. പോസിബിൾ വാല്യൂസ് ഓഫ് ഗെറ്റ് J, N എന്ന് പറയുന്നത്, M എന്ന് പറയുന്നത് ഗെറ്റ് 1/2 -1/2 ആയിരിക്കും, അല്ലെങ്കിൽ ഗെറ്റ് 1/2 1/2 ആയിരിക്കും. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളല്ലേ, നമ്മളിത് ഓൾറെഡി ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മെട്രിക് റെപ്രസെന്റേഷൻ ഓഫ് JZ, അതായത് ആംഗുലാർ മൊമെന്റം ഓപ്പറേറ്റേഴ്സ് ആയ J+, JZ, JX, JY, JZ, ഇതിന്റെ എല്ലാം ഓപ്പറേഷൻസ് എങ്ങനെയാണ്, മെട്രിക്സ് റെപ്രസെന്റേഷൻ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പൊ JZ-ഉം പിന്നെ ഒരെണ്ണം കൂടെ ഞാൻ പറഞ്ഞു തരും. ബാക്കി നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം. നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്തിട്ട് ഒരെണ്ണം ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഇതിന്റെ വാല്യൂ എന്നുള്ളത്. സോ നിങ്ങൾ എന്ത് ചെയ്യണം, അത് വർക്ക്ഔട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ നമ്മുടെ ഹോംവർക്ക് ഞാൻ തരുന്നതായിരിക്കും കേട്ടോ, നിങ്ങളത് ചെയ്യണേ. അപ്പൊ നമുക്ക് പറയാം മെട്രിക്സ് റെപ്രസെന്റേഷൻ ഓഫ് JZ പറയാം. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നമ്മുടെ JZ നമ്മൾ എഴുതി, JZ എഴുതി, ഒരു മെട്രിക്സ് വരച്ചു. ദെൻ അതിൽ എന്ത് കൊടുത്തു, നമുക്കറിയാം J+ന്റെ J എന്ന് പറയുന്നത് പോസിബിൾ വാല്യൂ ആണെങ്കിൽ അവിടെ M-ന്റെ വാല്യൂസ് ഏതൊക്കെ വരാം, 1/2 -1/2 വരാം. നമ്മൾ അതിനെ എന്ത് ചെയ്തു, ഗെറ്റ് സ്പേസിലും ബ്രാസ് സ്പേസിലും എഴുതി. ടോപ്പില്, അതായത് ഇവിടെ നമ്മൾ ഗെറ്റ് 1/2 1/2, ഗെറ്റ് 1/2 -1/2 കൊടുത്തു. സിമിലർലി തന്നെ നമ്മള് ബ്രാ 1/2 1/2, ബ്രാ 1/2 -1/2 കൊടുത്തു. ഇത് നിങ്ങൾ ഒരു പക്ഷെ +2 നമ്മുടെ പണ്ണട്ട് സ്ക്വയർ സോൾവ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും. ആ പണ്ണട്ട് സ്ക്വയർ സോൾവ് ചെയ്യുന്ന സെയിം മെത്തേഡ് ആണ് ഒരു
ബുദ്ധിമുട്ടുമില്ല. സോ അങ്ങനാണെങ്കിൽ നമുക്ക് ഇനി എങ്ങനെ എഴുതാം? ഇത് എഴുതേണ്ടത്, ഇത് സോൾവ് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ബ്രാ സ്പേസിനെ എടുക്കുന്നു. അത് നമ്മൾ എഴുതിയിട്ട് ബ്രാ സ്പേസ് നമ്മൾ എഴുതി, ബ്രാ 1/2 1/2 എഴുതി. നെക്സ്റ്റ് എന്ത് ചെയ്യാണ്, ജെസെഡ് എഴുതി, ജെസെഡ് എഴുതി. ഇനി നെക്സ്റ്റ് നമ്മൾ എന്താണ് എഴുതേണ്ടത്? നമുക്ക് ഇവിടുത്തെ വാല്യൂ അല്ലേ കിട്ടേണ്ടത്? അപ്പൊ ഇതിനെയും തമ്മിൽ നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തിന്റെ വാല്യൂ കിട്ടുക? ജെസെഡിന്റെ വാല്യൂ, ഫസ്റ്റ് വാല്യൂ ഓഫ് ജെസെഡ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇതിനെയും തമ്മിൽ ഇക്വേറ്റ് ചെയ്യുമ്പോഴായിരിക്കും ജെസെഡിന്റെ സെക്കൻഡ് വാല്യൂ നമുക്ക് കിട്ടുന്നത്. അതായത് A11 A12 A13 സോറി A21 A22 ഒക്കെ ഇല്ലേ, അത് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിനി ഫസ്റ്റ് നമുക്ക് ജെസെഡിന്റെ വാല്യൂ A11 നോക്കാം. ജെസെഡ്, അപ്പൊ നമ്മൾ get 1/2 എഴുതി, then ജെസെഡ് എഴുതി, സോറി ബ്രാ 1/2 എഴുതി, 1/2 then ജെസെഡ് എഴുതി. നെക്സ്റ്റ് എന്താണ്, get 1/2 1/2 അത് എഴുതി, which is equal to എന്തായിരുന്നു ഇത്? get 1/2 1/2 നമ്മൾ അത് സോറി ബ്രാ 1/2 1/2 നമ്മൾ അതുപോലെ എഴുതി. ജെസെഡിന്റെ വാല്യൂ എന്തായിരുന്നു? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു, 1/2, അതായത് h cut by 2 അല്ലേടാ, h cut by 2 അല്ലേ? അപ്പൊ നമ്മൾ h cut by 2 അതുപോലെ എഴുതി. ദെൻ സെയിം പോലെ തന്നെ ബ്രാ സോറി get 1/2 1/2 എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിൽ നിന്ന് ഈ ഒരു h cut by 2 പുറത്തേക്ക് എടുത്തു. സോ ഇന്നർ പ്രോഡക്റ്റ് ഓഫ് 1/2 1/2 എന്താണ്? 1 അല്ലേ? അപ്പൊ ദിസ് ഇൻറ്റു 1 ഈക്വൽ ടു h cut by 2. അപ്പൊ നമുക്കിപ്പോ എന്ത് കിട്ടി? ജെസെഡിന്റെ, അതായത് ബ്രാ 1/2 1/2 ജെസെഡ് get 1/2 1/2 എന്നതിന്റെ വാല്യൂ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? h cut by 2 കിട്ടി. അതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഇനി നമുക്ക് ഇതും കൂടെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പോരെ? ഇതും കൂടെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈസി അല്ലേ? നിങ്ങൾ നോക്കിക്ക്, ഇതും കൂടെ ഞാൻ കണ്ടുപിടിച്ചു കിട്ടാം. ഇതിന്റെ ഓപ്പോസിറ്റ്, അതായത് ഇതിന്റെ അതേ വാല്യൂ തന്നെ ആയിരിക്കില്ലേ ഇവിടെ വരിക? ഇതിന്റെ അതേ വാല്യൂ തന്നെ ആയിരിക്കില്ലേ ഇവിടെ വരിക? അപ്പൊ ഇനി ഇതെല്ലാം മൊത്തം കണ്ടുപിടിക്കേണ്ട ആവശ്യം നമുക്കുണ്ടോ? ഇല്ല. ഇതും മാത്രം കണ്ടുപിടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ സെയിം വാല്യൂസ് ആയിരിക്കും ഇവിടെയും വരുന്നത്. അപ്പൊ ഇനി നമ്മൾ ഏതും കൂടെ കണ്ടുപിടിക്കാറുള്ളൂ? ജെസെഡ് കൂടെ നമുക്ക് കാണാനുള്ളൂ. ജെസെഡ് നമുക്ക് എങ്ങനെ കാണാം? ബ്രാ 1/2 1/2 എഴുതി, പിന്നെ ജെസെഡ് എഴുതി, then get 1/2 -1/2 എഴുതി. ഇതിൽ എന്താ ഉണ്ടാവുന്നത്? 1/2 get 1 ബ്രാ 1/2 1/2 ജെസെഡിന്റെ വാല്യൂ എന്താ? h cut by 2, then ഇതിന്റെ വാല്യൂ 1/2 -1/2. h cut by 2 നേരത്തെ പോലെ നമ്മൾ പുറത്തേക്ക് എടുത്തു. ഇവിടെ എന്താണ്? ഒരു മൈനസും കൂടെ വന്നില്ലേ? അപ്പൊ ഇത് എന്തായി മാറി? ഇത് 0 അല്ലേ? അപ്പൊ 0 into this term 0. അപ്പൊ നമുക്കിപ്പോ എന്തൊക്കെ കിട്ടി? A11 കിട്ടി, A12 കിട്ടി. അതൊന്ന് എഴുതിക്കേ. അപ്പൊ നമ്മള് h cut by 2 എഴുതി, 0 എഴുതി. ഇനി നിങ്ങൾ ഇതൊന്ന് നോക്കിക്കേ. 1/2 -1/2 ജെസെഡ്, പിന്നെ ഏതാ 1/2 get space. ഇതിന്റെ വാല്യൂ എന്താ? നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, 0 ഇവിടെ എഴുതി. ഇനി നെക്സ്റ്റ് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിക്കേ. 1/2 -1/2 ബ്രാ സ്പേസ് ജെസെഡ് get 1/2 -1/2. ഇതിന്റെ വാല്യൂ എന്താണ്? ഇവിടെ h cut by 2 അല്ലേ വന്നത്? ഇവിടെ ഇതിന്റെ വാല്യൂ എന്തായിരിക്കും വരിക? ഒരു -1 കൂടി ഇല്ലേ? 2 മൈനസ് ഇല്ലേ? അപ്പൊ ഇവിടെ എന്ത് വരും? യെസ്, -1 ആയിരിക്കും അതിന്റെ ആൻസർ വരിക. അപ്പൊ നമുക്ക് ഇവിടെ -h cut by 2 കിട്ടി. ഇത്രയേ ഉള്ളൂ ജെസെഡിന്റെ മെട്രിക് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിനെ എന്ത് പറയാം? അതിന്റെ വാല്യൂ കണ്ടുപിടിക്കണ്ടേ? ജെസെഡിനെ നമ്മൾ എന്ത് എഴുതി? അതിന്റെ മെട്രിക്സ് നമുക്ക് കിട്ടി. h cut by 2 0 0 -h cut by 2. നമ്മൾ ഈ h cut by 2 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് വന്നു? 1 0 0 -1. h cut by 2 അതുപോലെ എഴുതി. ഇതാരാണ്? ഇത് നമ്മുടെ പോളിസ്പിൻ മെട്രിക്സ് പഠിച്ചത് ഓർമ്മയുണ്ടോ? ഇതാരാ? സിഗ്മ എക്സ് ആണോ? സിഗ്മ വൈ ആണോ? അല്ല, സിഗ്മ സെഡ്. സോ ജെസെഡ് is equal to h cut by 2 സിഗ്മ സെഡ്. സിമ്പിൾ അല്ലേ? നല്ല ബുദ്ധിമുട്ടുണ്ടോ? എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ടി ഉണ്ടോ ഈ ഒരു കാര്യത്തില്? വളരെ സിമ്പിൾ ആയിട്ട് വെറും 3 സ്റ്റെപ്സ് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഏതൊക്കെ സ്റ്റെപ്സ് ആണ് നമ്മൾ നോക്കേണ്ടത്? മൈനസ് വാല്യൂ ആണോ പ്ലസ് വാല്യൂ ആണോ എന്നുള്ളത് നോക്കിയാൽ മതി. വെറും 3 സ്റ്റെപ്സിൽ നമ്മൾ ഇതിന്റെ ആൻസർ, 3 അല്ല 2 സ്റ്റെപ്സിൽ നമ്മൾ ഇതിന്റെ ആൻസർ കണ്ടുപിടിച്ചു. ഈസി അല്ലേ?
വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഒറ്റ തവണ കൂടെ ഞാൻ പറയാം. അതായത് നമ്മൾ ആംഗുലർ മൊമെന്റം ഓപ്പറേറ്റേഴ്സിന്റെ മെട്രിക്സ് റെപ്രസെന്റേഷൻ ആണ് പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യം നമുക്കറിയാം ആംഗുലർ മൊമെന്റം ഓപ്പറേറ്റേഴ്സ് ജെ എക്സ്, ജെ വൈ, ജെ സെഡ്, ജെ പ്ലസ്, ജെ മൈനസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെ എന്ത് നമ്മൾ കണ്ടുപിടിക്കണം? മെട്രിക്സ് റെപ്രസെന്റേഷൻ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ ആദ്യം ജെ സെഡിന്റെയാണ് കണ്ടുപിടിക്കുന്നത്. ജെ സെഡിന്റെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? അസ്യൂം ചെയ്യാണ് ജെ എന്ന് പറയുന്നത് 1/2 ഉം എം എന്ന് പറയുന്നത് -1/2 to 1/2 ആണ്. സോ അങ്ങനെ ആണെങ്കിൽ ഇതിന്റെ വാല്യൂസ് എന്ന് പറയുന്നത് get 1/2 to -1/2 മുതൽ 1/2 to 1/2 വരെ ആയിരിക്കും ഉണ്ടാവുക. സോ അങ്ങനെ ആണെങ്കിൽ ജെ സെഡിന്റെ വാല്യൂ കണ്ടുപിടിക്കുമ്പോ ജെ സെഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ജെ സെഡിന്റെ മെട്രിക്സ് റെപ്രസെന്റേഷൻ A11, A12, A21, A22 ആണ് നമുക്ക് കാണേണ്ടത്. സോ A11 കാണാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? അബ്രാ, ജെ സെഡ്, കെറ്റ് ഇങ്ങനെ നമ്മൾ ഇക്വേറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? h(2) കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? A12 കണ്ടുപിടിക്കണം. നമ്മൾ എന്ത് ചെയ്യുന്നു? ബ്രാ, ജെ സെഡ്, കെറ്റ് 1/2 -1/2 നമുക്ക് എന്ത് കിട്ടി? ഇക്വേറ്റ് ചെയ്തു 0 കിട്ടി. ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ബ്രാ 1/2 -1/2 ജെ സെഡ് കെറ്റ് 1/2 1/2 എന്ത് കിട്ടി? 0 കിട്ടി. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച സാധനമാണ്. ഇനി ഇവിടെ എന്താണ്? ബ്രാ 1/2 -1/2 ജെ സെഡ് 1/2 -1/2 ഇവിടെ വരുന്നൊരു വ്യത്യാസം. ഇവിടെ ഇത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? ഒരു -1 ആയിരിക്കും ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. രണ്ട് മൈനസുകൾ വരുന്ന കാരണം ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് -1 ആണ്. ഇന്നർ പ്രോഡക്റ്റിന്റെ വാല്യൂ -1 ആണ്. സോ നമ്മുടെ ആൻസറിൽ എന്ത് വരുന്നു? ഒരു -h(2) വരുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? അത് നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഇവിടെ ഇക്വേറ്റ് ചെയ്ത് എഴുതുന്നു. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? h(2)നെ പുറത്തെടുക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നു? പോളിസ്പിൻ മെട്രിസസ് ആയ തേർഡ് പോളിസ്പിൻ മെട്രിസസ്, അതായത് സിഗ്മ z നമുക്ക് കിട്ടുന്നു. സോ ജെ സെഡിന്റെ വാല്യൂ എന്താണ്? h(2) സിഗ്മ z. കിട്ടിയോ? അപ്പൊ കിട്ടിയോ? വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഓക്കെ. ഇനി നമ്മൾ ഒന്നും കൂടെ നമ്മൾ ചെയ്യാണ്. ഇനി നമ്മൾ ജെ പ്ലസിന്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണ്. എടാ ഇതേപോലെ നിങ്ങൾക്ക് ജെ എക്സും ജെ വൈയും കണ്ടുപിടിച്ചൂടെ? ഇവിടെ എന്ത് വ്യത്യാസം വരും? ഇവിടെ ഒരു എക്സ് വ്യത്യാസം വരും, ഇവിടെ ഒരു വൈ വ്യത്യാസം വരും. അതിന് ഞാൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് ചെയ്തുകൂടെ? നിങ്ങൾക്ക് സ്വയം ചെയ്തുകൂടെ? നിങ്ങൾക്ക് സ്വയം വർക്ക്ഔട്ട് ചെയ്തുകൂടെ? അപ്പൊ നിങ്ങൾ അത് എന്ത് ചെയ്യണം? വർക്ക്ഔട്ട് ചെയ്യണം. നിങ്ങൾക്കുള്ള ഫസ്റ്റ് ഹോംവർക്ക് അതാണ്. ഓക്കെ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ജെ പ്ലസ് കണ്ടുപിടിക്കാം. ജെ പ്ലസ് ഞാൻ കണ്ടുപിടിക്കും. ജെ മൈനസ് ആര് കണ്ടുപിടിക്കും? നിങ്ങൾ കണ്ടുപിടിക്കും. അപ്പൊ നോക്കിക്കേ, നമ്മൾ ജെ പ്ലസിന്റെ മെട്രിക്സ് റെപ്രസെന്റേഷൻ ആണ് എഴുതുന്നത്. നമ്മൾ ജെ പ്ലസ് മാറ്റി അവിടെ ആരേനെ ആക്കി? സോറി, ജെ സെഡ് മാറ്റി ആരേനെ ആക്കി? ജെ പ്ലസ് ആക്കി. അത്രയേ ഉള്ളൂ. ഇനിയിപ്പോ ഇവിടെ ജെ എക്സ് ആണ് വരുന്നതെങ്കിൽ നമ്മളിവിടെ ആരേനെ ആക്കും? ജെ എക്സിനെ ആക്കും. ഇനി ജെ സ്ക്വയർ വരുന്ന വെച്ചാൽ നമ്മളിവിടെ ആരേനെ ആക്കും? ജെ സ്ക്വയറിനെ ആക്കും. ഇനി നമ്മളിവിടെ ജെ മൈനസ് ആണ് ആക്കുന്നതെങ്കിൽ ജെ മൈനസ് ആക്കും. അതിന്റെ ആൻസർ നിങ്ങൾ കണ്ടുപിടിക്കും ഇല്ലേ? അപ്പൊ നമുക്ക് ജെ പ്ലസിന്റെ കാണാം. ജെ പ്ലസിന്റെ എങ്ങനെയാ കാണുക? ബ്രാ 1/2 1/2 ജെ പ്ലസ് കെറ്റ് 1/2 1/2. അപ്പൊ നമുക്ക് എന്തിന്റെ വാല്യൂ കിട്ടും? A11ന്റെ വാല്യൂ കിട്ടും. എഴുതിക്കേ. ബ്രാ 1/2 1/2 ജെ പ്ലസ്. ജെ പ്ലസിന്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് അറിയാം x+i/, അല്ലേ? x+i/y അല്ലേ? അപ്പൊ അത് പ്രകാരം നമ്മൾ എക്സിനെയും വൈനെയൊക്കെ മാറ്റിയിട്ട് നമ്മളവിടെ എമ്മിന്റെ വാല്യൂസ് കൊടുക്കുകയാണ്. എമ്മിന്റെ വാല്യൂസ് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? √1/2 -1/2 ഇൻറ്റു 1/2 + 1/2 + 1 h കട്ട്. ദെൻ ഇതിനെ നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് വരും? 1/2 3/2 ആണ്. സോ ഇതിനെ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. സിമിലർലി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ കണ്ടുപിടിക്കണം. A12നെ കണ്ടുപിടിക്കണം. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? കണ്ടുപിടിക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നു? h കട്ട് കിട്ടുന്നു. ഓക്കെ. ഇനി മെട്രിക്സ് റെപ്രസെന്റേഷൻ ഓഫ് ജെ പ്ലസ് എന്താണ്? അപ്പൊ നമുക്ക് കിട്ടുന്നത് 0. ഇതെങ്ങനെ വന്നേന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് നമ്മൾ ഈ 1/2 അതുപോലെ എഴുതി 1/2. ദെൻ ഇത് നമ്മള് ഇനി ജെ പ്ലസ് അല്ലേ നമുക്ക് എഴുതേണ്ടത്? ജെ പ്ലസിന്റെ മെട്രിക്സ് റെപ്രസെന്റേഷൻ ആണ് നമുക്ക് എഴുതേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? 1/2 -1/2 then 1/2 plus -1/2 plus 1 plus h cut by 2. ഇവിടെ 1/2 ആണ്, 3/2 അല്ല കേട്ടോ, ഇവിടെ 1/2 ആണ്. Then
ഗെറ്റ് 1/2 1/2. ഇതിനെ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്തായിരിക്കും? ഈ ടേം 0 ആയി പോയി. ഇവിടെ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? എച്ച് കട്ട് ആയിരിക്കും. ആ എച്ച് കട്ടിനെ നമ്മൾ എഴുതി. ദെൻ 1/2 1/2 പിന്നെ പ്രോഡക്റ്റ് ഓഫ് 1/2. ഇത് എന്താണ്? ഇതിന്റെ വാല്യൂ നമ്മൾ ഓൾറെഡി പറഞ്ഞു 1 ആണ്. സോ നമുക്ക് അവിടെ എന്ത് കിട്ടി? 1 കിട്ടി. ഇവിടെ വന്നിട്ടുള്ള ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഇതെന്താണ്? ഇത് 1/2 ആണ്. ഇത് 1/2 ആണ് കേട്ടോ. ഇത് 3/2 അല്ല, 1/2 ആണ്. ഇറ്റ്സ് മിസ്റ്റേക്ക്. ഇത് 1/2 ആണ്. ഇത് നമുക്ക് ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 0 ആയിരിക്കും. ഓക്കെ, ഇവിടെ വ്യത്യാസം വന്നത് ഇവിടെ എക്സ്ട്രാ ഒരു -1 കൂടെ വന്നപ്പോൾ അത് എന്തായി? പ്ലസ് ടേം ആയിട്ട് പോയി. അതുകൊണ്ടാണ് അവിടെ 1 വന്നത്. ഓക്കെ, ഇവിടെ പ്ലസ് ഇല്ല, ഇവിടെ മൈനസ് തന്നെയാണ്. സോ ആ ടേം എന്തായിട്ട് പോവാണ്? 0 ആയി പോവാണ് ചെയ്തത്. ഓക്കെ, 0 into 0 into this term 0 into this term 0 അല്ലേ? ഇനി ഈ 0ന്റെ കൂടെ ഇതിനെ രണ്ടിന് ഇക്വേറ്റ് ചെയ്ത് നമുക്ക് എന്താ കിട്ടുക? 0 അല്ലേ കിട്ടുക? അങ്ങനെ അത് 0 ആയി പോയി. ഇവിടെ 3/2 അല്ല 1/2 ആണ്. അത് മിസ്റ്റേക്ക് ആണ്. 3/2 അല്ല 1/2 ആണ്. ഇനി ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇത് നമ്മൾ എഴുതി ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് 1/2 പ്ലസ് 1/2 ഇവിടെ എന്ത് വരുന്നു? ഇതേപോലെ വരുന്നു. ദെൻ നമുക്ക് എന്ത് കിട്ടുന്നു? ഇത് ചെയ്യുമ്പോൾ നമുക്ക് 1 വരുന്നു. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ വാല്യൂ എന്താണ്? 1 ആണ്. ദെൻ എച്ച് കട്ട് നമുക്ക് കിട്ടി. സോ മെട്രിക്സ് റെപ്രസെന്റേഷൻ ഓഫ് ജെ പ്ലസ് എന്താണ്? A11ന്റെ ടേമിൽ നമുക്ക് 0 കിട്ടി. A21ന്റെ ടേമിൽ നമുക്ക് 0 എച്ച് കട്ട് കിട്ടി. ദെൻ A21ന്റെ ടേമിൽ 0 കിട്ടി. ഇവിടെയും നമുക്ക് എന്ത് കിട്ടി? 0 കിട്ടി. ഇനി നെക്സ്റ്റ് നമുക്കുള്ളത് ജെ മൈനസ് ആണ്. ജെ മൈനസ് നിങ്ങൾ കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കുക. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഭാഗമാണിത്. എന്നിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതെന്റെ അടുത്ത് പറയണം. ഓക്കെ, അപ്പൊ നമ്മൾ നിങ്ങൾക്ക് 2 സെക്ഷനിൽ നിന്ന് 2 ഹോംവർക്ക് തന്നിട്ടുണ്ട്. അത് ക്ലിയർ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടോ? ഉണ്ടെങ്കിൽ ചോദിക്കൂ. ഉണ്ടോടാ? ഈ 3/2 ആണ്. അതെ അതെ, ഇവിടെ 3/2 അല്ല 1/2 ആണ് കേട്ടോ. അതെന്റെ മിസ്റ്റേക്ക് ആണ്. ഞാനത് നേരത്തെ പറഞ്ഞിരുന്നു നിങ്ങളോട്. 3/2 അല്ല 1/2 ആണ് കേട്ടോ. ഓക്കെ ഓക്കേടാ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ, ശരി, ലീവ് ചെയ്യാം. ഓക്കെ.